ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ മുഹൂർത്തത്തിന് ന്യൂഡൽഹി സാക്ഷ്യം വഹിക്കുന്നു. പ്രതിരോധം മുതൽ തൊഴിൽ കുടിയേറ്റം വരെ നീളുന്ന നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാറിന് കളമൊരുങ്ങുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനെത്തിയ യൂറോപ്യൻ യൂണിയൻ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ സാമ്പത്തിക മേഖലകൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കടക്കുകയാണ്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന ഉന്നതതല ചർച്ചയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കരാറിലെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഏറ്റവും പ്രധാനമായി പ്രതിരോധ രംഗത്ത് യൂറോപ്പുമായി കൈകോർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. യൂറോപ്പിന്റെ 150 ബില്യൺ യൂറോ മൂല്യമുള്ള സേഫ് എന്ന പ്രതിരോധ പദ്ധതിയിൽ ഇനി മുതൽ ഇന്ത്യൻ കമ്പനികൾക്കും പങ്കാളികളാകാം എന്നത് വലിയൊരു നേട്ടമാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന മറ്റൊരു തീരുമാനം കൂടി ഈ കരാറിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ കുടിയേറ്റം കൂടുതൽ സുതാര്യവും എളുപ്പവുമാകും. ഇതിനായി പ്രത്യേക ധാരണാപത്രത്തിൽ ഇരുപക്ഷവും ഒപ്പുവെക്കും. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇത്തരം സഹകരണങ്ങൾക്ക് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. അമേരിക്കയിലെയും ചൈനയിലെയും രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യക്കും യൂറോപ്പിനും ഈ സഖ്യം അനിവാര്യമാണ്. ഇതോടെ 200 കോടിയോളം ജനങ്ങളുള്ള ലോകത്തെ GDPയുടെ 1/4 വരുന്ന വലിയൊരു വിപണിയാണ് തുറക്കപ്പെടുന്നത്. 2007 തുടങ്ങിയ ചർച്ചകൾ പലവട്ടം മുടങ്ങിയെങ്കിലും 2022 പുനരാരംഭിച്ച ചർച്ചകളാണ് ഇപ്പോൾ വിജയകരമായ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ കരാർ വരും നാളുകളിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.